അവന്റെ അവന്റെ അച്ഛന്റെ കാര്യം എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ പറയത്തുള്ളൂ കൊല്ലത്താണ് അത്രേ പറയത്തുള്ളൂ. അല്ലാതെ ഇവ യൂട്യൂബ് തുടങ്ങുന്നവര് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആരും ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. ഈ പയ്യന്റെ മേൽ കുറെ അധികം ആരോപണങ്ങളും മറ്റുള്ള. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ കിച്ചു RD അവൻ്റെ വിഷയമായത് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പേര് രേണുസുധി. അതോടൊപ്പം തന്നെ മരണപ്പെട്ട സുധിയുടെ പേരും ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലരുടെയും കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫ്രോഡാണ്, സുധിയും ഫ്രോഡാണ്, രേണു ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ അഥവാ കിച്ചുവിനെ കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആരുടെ ഭാഗത്തു നിന്നും പറയുന്നതല്ല, ഞാൻ എൻ്റെ ഭാഗത്ത് എന്നെക്കുറിച്ച് മാത്രം പറയാം. ഈ കടം വാങ്ങലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇവരെ കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ കടം വാങ്ങിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ സമയം താമസിച്ച് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് സമയത്ത് കൊടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കടം വാങ്ങിയതും കൊടുക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ കടം വാങ്ങിച്ചുകൊണ്ടിരുന്നതൊക്കെ അതിൻ്റെ ആ ഒരു സെൻസിൽ അതിനപ്പുറത്തേക്ക് അത് തന്നെ ഒരു ശീലമാക്കുന്നതും ശരിയല്ല. എന്നാൽ അത് മാത്രം ഒരു വലിയ സംഭവമാകുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ കേരളത്തിലെ ഈ ഒരു പേരാണ് ഇപ്പോൾ രേണുസുധി. ആ സ്ത്രീയുടെ പേരുണ്ടായിരുന്നത് ഒന്ന് കൊലപാതക കുറ്റമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും മറ്റേ മോഷ്ടിച്ചതോ മറ്റുള്ള പല കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവരുടെ പേര് നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. ഇവരുടെ ഭാഗത്തുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ഇഷ്ടമല്ലാത്തതിനാൽ അവർ വെറുക്കപ്പെട്ടവളായിട്ട് മാറുന്നതിനപ്പുറം ഈ നമ്മൾ സണ്ണി ലിയോണി എന്ന് പറയുന്നൊരു ഒരു ലേഡിയെ ഇന്ന് കേരളത്തിൽ എന്താണ് സണ്ണി അക്ക ഉയിർ എന്ന് പറയും. അങ്ങനെ പലരെയും നമ്മൾ ഭയങ്കരമായിട്ട് വാനോളം പുകഴ്ത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ അപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ നമ്മുടെ ഈ ലൈംഗിക തൊഴിലാളികളുണ്ട്, അവരുടെ ശരീരവും ഇതൊക്കെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പണം സമ്പാദിക്കുന്നവരാണ്, കുടുംബം നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അപ്പോൾ സമൂഹം ഏത് കണ്ടിട്ടായിരിക്കും കാണുന്നത്? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ ചെയ്തേക്കുന്ന തെറ്റുകളെക്കുറിച്ച് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവരെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ വിഷയം നിർത്തിയതാണ്. കാരണം സംസാരിച്ചാൽ അതിനകത്ത് തന്നെ ചില മനുഷ്യപ്പറ്റില്ലാത്ത കാര്യങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വരും. എന്നാൽ അവർ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ സമൂഹത്തിനെ ട്രിഗർ ചെയ്യുന്ന, സമൂഹത്തിൻ്റെ അകത്ത് കുറേയധികം ആൾക്കാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടും അതിനെ തിരുത്താൻ തയ്യാറാവാത്ത അവരുടെ കുറേയധികം പ്രശ്നങ്ങൾ, അതൊരു സ്വഭാവ വൈകൃതം പോലെയാണ്, ക്യാരക്ടർ ഇല്ലായ്മ തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇവർ മാത്രമാണോ ഈ ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റുകാരി എന്നുള്ള ചോദ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കിച്ചുവിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകും. കാരണം എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം എന്തിനാണ് ഉണ്ടാകുന്നത്. എങ്കിലും ദേഷ്യം തോന്നുന്നവർ നിങ്ങളുടെ ദേഷ്യം തീർച്ചയായിട്ടും വയ്ക്കുക. അപ്പോഴും പറയാം, നീ വലിയ മറ്റവനല്ലേ, നിനക്ക് മറ്റേ വലിയ ഇതായിട്ട് താളം പെടല്ലെന്ന്. അത് എന്ത് തന്നെ പറഞ്ഞാലും ഞാനത് അർഹനാണ്, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നമുക്ക് കിച്ചുവിൻ്റെ ഇതിലേക്ക് വരാം. നന്നായി പഠിക്കാൻ ഹായ്. ആളുകൾ പലതും പറയട്ടെ, മോന്റെ കാര്യം നോക്ക്. അവർക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ഇത്രയും നാളെ നിന്നിരുന്നു. ഞാൻ ഒരു വീഡിയോക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു 3-4 മാസം മുന്നേ വരെ എന്തോ രാഹുൽ ദാസ് എന്നൊരു വ്യക്തിയോ അങ്ങനെ ആർക്കും അറിഞ്ഞൂടാ, വല്ല എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ കാര്യം എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ പറയത്തുള്ളൂ കൊല്ലത്താണ് അത്രേ പറയത്തുള്ളൂ. അല്ലാതെ ഇവ യൂട്യൂബ് തുടങ്ങുന്നവര് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആരും ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. ഈ പയ്യൻ്റെ മേൽ കുറേ അധികം ആരോപണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഞാനിതൊന്നും അറിയാത്ത ഒരാളൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ പല കാര്യങ്ങളും ഇവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെന്നുള്ള വ്യക്തി, ഇപ്പോൾ രേണുസുധി എന്നുള്ള വ്യക്തിയെക്കുറിച്ചാണെങ്കിലും സുധി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണെങ്കിലും ഇതൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഈ ഒരു വിഷയം ചെറുതായിട്ട് കത്തിപ്പടരുന്ന സമയത്ത് തന്നെ ഇതെല്ലാം അറിഞ്ഞാണ്. എന്തുകൊണ്ട് അറിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ചെന്ന് വെച്ചാൽ, എന്തിനാണടേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ച, ഞാൻ എൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ നീ പെർഫെക്റ്റ് ആണോടെ. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കഥ പറഞ്ഞു തന്നായിരുന്നു, എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അതായത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യമാണ്. ഒരു വ്യക്തി എന്നോട് നേരിട്ട് കണ്ടപ്പോൾ സംസാരിച്ചതാണ്. ഈ രേണുസുധിയുടെ കാര്യം ഒരു കടയിൽ ഒരു ഷോപ്പിൽ പോയ സമയത്ത് എന്താ രേണുസുധിയുടെ വിഷയമൊന്നും കാണാനില്ലല്ലോ എന്ന് എന്നോട് ചോദിക്കുന്നത്. നമ്മുടെ വെള്ളറടയിൽ തന്നെ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പം കടയിൽ പോയപ്പോൾ ചോദിച്ചാണ്, രേണുസുധിയുടെ വിഷയമൊന്നും ചെയ്യുന്നില്ല, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിതെല്ലാം പറഞ്ഞു, ഇല്ല എനിക്കെന്തോ അതിനകത്ത് അങ്ങനെ താല്പര്യമില്ല. നല്ലതാണ്, കാരണം സമൂഹം മൊത്തം എല്ലാവരും നല്ലവരാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സത്യവിശ്വാസി, അതായത് നമ്മുടെ ക്രിസ്ത്യൻ വ്യക്തിയാണ് പുള്ളിക്കാരൻ. അപ്പോഴാണ് എനിക്ക് ബൈബിളിൻ്റെ ആ കഥ അറിയാമെങ്കിലും പുള്ളി വ്യക്തമായി പറഞ്ഞത്, അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു മരുഭൂമിയിലൂടെയാണ് യേശുദേവൻ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, അപ്പോൾ ആ ഒരു വ്യഭിചാരിണിയായിട്ടുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീ ഓടി വരികയും അവർ വന്ന് അദ്ദേഹത്തിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്ത അവരെ മറ്റേ പണ്ടത്തെ എന്തോ ഒരു കാരണം ഇവരെ ഇങ്ങനെയുള്ള സ്ത്രീകളെ കൊല്ലണമെന്നാണ്, അങ്ങനെ എന്തോ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നോ അങ്ങനെ എന്തോ ആണ്.
അപ്പോൾ യേശുദേവൻ ഇവരെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരോടായിട്ട് ചോദിച്ചു അത്രേ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് കാണുന്നവർക്ക് മനസ്സിലാവും. ഇൻസ്റ്റഗ്രാം ഫീഡിൻ്റെ അകത്തും എൻ്റെ വാട്സാപ്പിൻ്റെ അതിൻ്റെ ബയോയിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യം തെറ്റുകൾ ചെയ്യുന്നവനെന്ന് തന്നെയാണ്. ഞാൻ തെറ്റ് ചെയ്യാത്തവനല്ലാത്തടത്ത്, ഞാൻ തെറ്റ് ചെയ്യാത്തവനല്ലെങ്കിൽ ഓക്കെ എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാം. ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ്, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയും? അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം, ഒരാൾ എന്നോട് പറഞ്ഞത്. നമ്മളായിട്ട് ഇപ്പം അവര് ഒരു കൈ ഇങ്ങനെ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവില്ല, രണ്ട് കൈ ശബ്ദം ഉണ്ടാകുന്നില്ല. കറക്റ്റ് പോയിന്റ്. ഒരു കൈ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവത്തില്ല, രണ്ട് കൈ അടിക്കുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്നാണ്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ഇപ്പോഴും സംശയത്തോട് ചോദിക്കുന്നു. കുറച്ച് നാളത്തെ മുമ്പിൻ്റെ വീഡിയോ, ഞാൻ ഈ കിച്ചുവിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത്, കിച്ചു എടാ മോനെ നിനക്ക് അവനൊന്നും മൈക്കില്ല എന്നുള്ളൊരു കാര്യം അവൻ്റെ വീഡിയോയിൽ കൂടെ അവൻ പറയുന്നുണ്ടായിരുന്നു. എനിക്കിത് പറയാൻ തീരെ താല്പര്യമോ, അതിനുശേഷം എത്രയോ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടും രേണുവിൻ്റെ വീഡിയോ ചെയ്തു, കിച്ചുവിൻ്റെ വീഡിയോ ചെയ്തു. അപ്പോഴൊന്നും ഞാനിത് തുറന്ന് പറയാൻ താല്പര്യമില്ല. എവിടെയും അതിനെക്കുറിച്ചൊരു പബ്ലിസിറ്റി കൊടുക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. എന്നാലും ചില ആൾക്കാർ നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചല്ലോ, മറ്റേ എന്തുകൊണ്ട് പേര് മൈക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് ആകെ ലളിതമായിട്ട് പറയാനുള്ളത്, കിച്ചുവിൻ്റെ ഒരു വ്ളോഗുണ്ട്. ആ വ്ളോഗിൻ്റെ തുടക്കത്തിൽ കിച്ചു ഒരു മൈക്ക് ഉപയോഗിച്ചിട്ട് കിച്ചു പറയുന്നുണ്ട്, ഓക്കെ എനിക്ക് അങ്ങനെ ഒരു സംഭവം താല്പര്യമുണ്ട്, ഞാൻ കിച്ചുവിന് ഇത് വായിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അന്നേ ഞാനത് വീഡിയോ ആക്കി മാറ്റിയാണ്. എനിക്കതിനോട് താല്പര്യമില്ല. എൻ്റെ ഈ യൂട്യൂബ് തുടക്കം മുതൽ കാണുന്ന ആൾക്കാർക്കറിയാം, ഞാൻ ഒരു പ്രധാനപ്പെട്ട അഥവാ ബിഗ് ബോസ് എന്നുള്ള ഷോയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു അഴുക്ക ഫോൺ, നമ്മൾ അച്ഛനേക്കാൾ മോശം അഴുക്ക ചെറുക്കൻ എന്ന് പറയുന്നില്ല, അഴുക്ക ഫോൺ, ആ അഴുക്ക ഫോൺ വെച്ചിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പം നല്ല ഒരു മനസ്സിനുടമ എനിക്ക് ക്യാമറ മറ്റു പല സാധനങ്ങളും എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും പല സാഹചര്യങ്ങളിൽ എനിക്ക് ഒത്തിരി ഗിഫ്റ്റുകളായിട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് ഒരാളൊരു ഉപകാരം ചെയ്തത് ആ പിൽക്കാലത്ത് ഞാൻ എന്നാൽ കഴിയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുക. അന്ന് അവരുടെ പേര് പോലും വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് ആ മഹത്വം മനസ്സിലായി. കാരണം അത് വെളിപ്പെടുത്തേണ്ട കാര്യം. അതുപോലെ തന്നെയാണ് ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിൻ്റെ സന്തോഷമായിട്ട് നിലനിർത്തുന്നതിനപ്പുറം പബ്ലിസിറ്റി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ കിച്ചുവിൻ്റെ കേസിൻ്റെ അകത്തും ആ കിച്ചുവും ഞാനും മാത്രമാണ് അത് അറിഞ്ഞത്. വേറെ ആരുടെ അറിയണം. കിച്ചു അതിനകത്ത് വീഡിയോയിലൂടെ പറഞ്ഞ് ഞാനത് വേറെ ഒന്നും പറഞ്ഞില്ല, കിട്ടിയോ മോനെ, കിട്ടി, ഓക്കെ അത്രയും മാത്രമേ ഉള്ളൂ. അതിനുശേഷം വേറെ സംസാരമൊന്നുമില്ല. അതിനുശേഷം ഞാൻ കിച്ചുവിനോട് ഞാൻ ആകെപ്പാട് ഉപദേശം പോലെ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, മോനെ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നിനക്കെതിരെയും ഒക്കെ പ്രചരണം വരും. അപ്പോഴൊക്കെ നീ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ പ്രതികരിക്കാൻ നിൽക്കരുത്. നിനക്ക് സത്യമെന്നും ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. വെറുതെ കോൺട്രവേഴ്സിയുടെ അകത്ത് കൊണ്ട് തല വെച്ച് കൊടുക്കരുതെന്ന് മാത്രമാണ് ഞാൻ ഒരു സഹോദരൻ എന്നുള്ള സ്ഥാനത്തോ അവൻ്റെ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കോ അവനോട് ഞാൻ കൊടുത്ത ഒരു സംഭവം. എൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്നുള്ള രീതിയിലാണ് ഞാനത് കൊടുത്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പല ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അവന് ഒരുപാട് ഉയരത്തിലെത്തും എന്നൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ പാസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാനും അടങ്ങുന്ന സമൂഹത്തിൻ്റെ അകത്ത് എല്ലാവരും പരുവപ്പെട്ട് വന്നതിനകത്ത് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ആ കുട്ടി അവൻ്റെ എന്തോ അറിവില്ലാത്ത പ്രായത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ഒരു കാര്യത്തിന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് സമൂഹത്തിന് സോഷ്യൽ ന്യൂസൻസ് ആവുകയാണെങ്കിൽ, സാമൂഹിക വിപത്തായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് പറയാം. അല്ലാത്തടത്തോളം കാലം നമ്മൾ അതും ചിന്തിച്ച് ആകുലപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം സുഹൃത്തുക്കളെ. നമ്മളിപ്പം ഒരു സമൂഹത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ വെറുക്കപ്പെട്ട ആൾക്കാരായിട്ട് നമ്മൾ ചില ആൾക്കാരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ വെറുപ്പ് അവരുടെ മേൽ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആ പ്രയോഗിക്കുന്ന വെറുപ്പ് അവർക്ക് താങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ മുമ്പിൽ ചില വഴികൾ മാത്രമേ ഉള്ളൂ. ആ വഴികളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ നിമിഷം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ സമയത്ത് ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ മൊത്തം എനിക്കുള്ള മൂപ്പൻ ആരാ, നീ ആരടാ എന്നൊക്കെ ഉള്ള ചോദ്യമായിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നിങ്ങൾ വിളിച്ചോളൂ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് സാരല്ല, പറയൂ. നമുക്ക് ഒരു വിഷയം വേണ്ട. നമ്മൾ വൃത്തിക്ക് ആ ചാനലിന്റെ മണ്ടേ എഴുതി എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളി, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തണം അങ്ങനെയുള്ള രീതിയിൽ ഞാൻ തുടങ്ങിയൊന്നുമല്ല. ഞങ്ങൾ ഇവന്റേതായിട്ട് ഒരു ഹാപ്പി സൈഡ്, ഇവന്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് വീഡിയോയും കാര്യങ്ങളും കണ്ടന്റും, അതും നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് മാത്രം. നിങ്ങളെല്ലാവരും പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പം അത് തന്നെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, അതിൻ്റെ ലൈവിനകത്തോന്ന്. ഈ കൂട്ടുകാരൻ മാത്രം മതിയല്ലോ മോനെ, അവൻ സിൻസിയറാണ്. സീരിയസ്ലി എനിക്കും തോന്നിയിട്ടുണ്ട്. ആ കുട്ടി അതിന് മുൻപ് ഒരു വീഡിയോയിൽ വന്നിരുന്നപ്പോഴും ഞാനിതിൽ പറയാം, സിൻസിയറാണ്. മോനോട് തന്നെ ഒന്നേ പറയുള്ളൂ, നല്ല ശീലങ്ങൾ സ്വീകരിക്കും, തെറ്റുകളിൽ പെടരുത്, ഓക്കെ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവൻ അഥവാ ഈ കിച്ചുവിനെ കുറിച്ച് കുറച്ച് തെറ്റുകളും ലഹരി പോലുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് കണക്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ചും കൂടെ പറയണമല്ലോ. കുറച്ച് കാലത്തിന് മുമ്പ് ബിസിനസ്സും തകർന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള സാഹചര്യങ്ങളിൽ എൻ്റെ ഇതെല്ലാം തകർന്ന് തരിപ്പണമായ സമയത്ത് ചില
ഈ പറയുന്ന പ്രവണതകളിലേക്ക് കേരള ഗവൺമെൻറ് നൽകുന്ന ചില സാധനങ്ങളുണ്ടല്ലോ ചില സ്ഥലത്തൂടെ, അത് മാത്രം പോയി വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടൊരു ആളായിരുന്നു ഞാൻ. അത് പിൽക്കാലത്ത് ഞാനത് ഒഴിവാക്കി. വ്യക്തിപരമായ ആ ഒരു എന്താ പറയുക, ഈ ഇങ്ങനെ അതിനോട്ട് ഒളിച്ചോട്ടം ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയം ഞാനത് ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവരിപ്പോഴും ഈ വീഡിയോസ് കാണുന്നവരുണ്ടാവാം. അപ്പോൾ ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും വഴിക്കെങ്കിലും അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളെല്ലാം അങ്ങോട്ട് അവരെ എങ്ങനെ കുറ്റപ്പെടുത്തി വെറുപ്പിങ്ങനെ നമ്മൾ മുട്ട വെച്ച് അടവച്ച് വിരിയിച്ചിറക്കുന്നത് പോലെ വെറുപ്പിങ്ങനെ ഇറക്കുക. അത് നല്ലതാണോ അറിയില്ല. പിന്നെ കൂട്ടുകാരൻ അടിപൊളി, 1000 ബന്ധുക്കൾക്ക് തുല്യം ഇവൻ ഒറ്റക്കാരൻ. തീർച്ചയായിട്ടും ഫ്രണ്ട് നന്നായി സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കിച്ചുവിനെ നോക്കിയത് ആരാണെന്ന് തുറന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നോക്കിയതിൻ്റെ കണക്ക് പറയുന്നവർക്ക് ഒരു സമാധാനമാകും. അതായത് സത്യത്തിൽ കിച്ചു ഇങ്ങനെ ഒരു ലൈവ് ഇട്ടത് നല്ല കാര്യമാണ്. മരിച്ചുപോയ അവൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും. ഞാൻ പറയട്ടെ, എന്താ സുഹൃത്തുക്കളെ ജീവിതം, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഏതൊരു വ്യക്തി സോഷ്യൽ മീഡിയക്കകത്തുള്ള X or Y അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വ്യാകുലപ്പെടുകയാണ്. നിങ്ങൾ അവരുടെ കാരണത്താൽ ആദി പിടിച്ച് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ കൊണ്ട് അവരുടെ പേര് കേൾക്കുന്നത് പോലും ഞാൻ എന്തുകൊണ്ടെന്നറിയാമോ ഈ വീഡിയോ ചെയ്യാത്തത്? ഇവരുടെ ഈ പേര് കേൾക്കുന്നത് പോലും പലർക്കും ഹാലിളകുന്നു, ദേഷ്യം വരുന്നു. അവരോട് എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സംഭവം. ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഞാൻ ഇതോടുകൂടി ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോകുന്നു. ഞാൻ അറിഞ്ഞൂടാ. ഞാൻ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തിടത്തോളം കാലം എൻ്റെ ചാനൽ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ കുറച്ച് നേരം സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിനകത്ത് നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ ഉള്ളവരാണ് എൻ്റെ കൂടെ ഉള്ളവർ. അവർക്ക് എൻ്റെ തുടക്കം മുതൽ അറിയാവുന്നവരറിയാം, പുതുതായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിനകത്തൊരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വലിയ ചാനലാക്കി മാറ്റണം, അല്ലെങ്കിൽ വമ്പൻ സെറ്റപ്പാണ്. എത്ര വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇന്ന് വരെ ആ ഒരു കാര്യത്തിന് മുതിർന്നിട്ടില്ല. പക്ഷെ ഞാൻ തുടക്കകാലത്ത് ഇന്ന് ഈ കാണുന്ന അരഗൻസ്, അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ഈ പറഞ്ഞ അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നു ഞാൻ. കുറേ ആൾക്കാരെങ്കിലും ഇപ്പോഴും അതിൻ്റെ കാര്യത്തിൽ പറഞ്ഞു നിങ്ങൾ അന്ന് അത് ചെയ്തവനല്ലേ. സത്യമാണ്. പണ്ടത്തെ ആ ഒരു കാര്യങ്ങളുടെ അകത്ത് എനിക്ക് റിഗ്രറ്റ് ഇല്ല. കാരണം ഞാൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞാൻ പിൽക്കാലത്ത് ഞാൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറായത്. അതുകൊണ്ട് ഞാൻ ആ വഴികളെ ആലോചിക്കുമ്പോൾ തെറ്റായിട്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതും കാലികമായിട്ട് മാറ്റം വരുത്താൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ പരമാവധി നമ്മുടെ ചാനൽ കാണുന്ന വ്യക്തികളുടെ മുമ്പിലേക്ക് വെറുപ്പ് എന്നുള്ളൊരു കാര്യം പടർത്താതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ളൊരിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ്. ഇത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ വെറുപ്പ് തോന്നണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. സമൂഹത്തിൻ്റെ അകത്ത് ഈ തെറ്റുകൾ അഥവാ ഇതിനെക്കാട്ടിലും തെറ്റുകൾ ഉള്ള ആൾക്കാരൊന്നും ഇല്ലേ? എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. സോ എന്തായിരുന്നാലും രേണുസുതി ചെയ്യുന്ന കാര്യങ്ങൾ രേണുസുതിക്ക് ഇപ്പം അവനവൻ ചെയ്യുന്നത് അവനവന് തന്നെ ഭവിക്കും. അവനവൻ ചെയ്യുന്നതെല്ലാം അവനവന് തന്നെ വന്ന് ഭവിക്കും. അത് അവർക്ക് തന്നെ അത് കിട്ടുകയും ചെയ്യും. അത് അവർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. അവർ നന്ദിയില്ലായ്മ കാണിച്ചു, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ആ നന്ദിയില്ലായ്മയോട് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നന്ദിയുള്ളവനായിരിക്കുക. നമ്മൾ എവിടെയെങ്കിലും ഈ ജീവിതത്തിൽ കൈതന്നിട്ടുള്ള ആൾക്കാരെ മറക്കാതിരിക്കുക. ഓക്കെ, ഞാൻ ഇന്നും എന്നെ അറിയുന്നവർക്കറിയാം, ഈ വെള്ളറട നിവാസികൾക്കും അറിയാം, ഞാൻ നിന്നിട്ടുള്ള പലചരക്ക് കടയിലുള്ള അവരുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാൻ നിന്നിട്ടുള്ള മറ്റു വർക്ക് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളുമായിട്ട് ആൾക്കാരായിട്ടുള്ള ബന്ധം, അങ്ങനെയൊക്കെ നിലനിർത്തി തന്നെ പോകുന്നത്. അത് നന്ദിയുള്ളവനായിട്ട് തന്നെ നിൽക്കണം. അത് വേണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ തള്ളിപ്പറയുന്ന വലിയ ഇതാവാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല. അത് രേണുവിൻ്റെ ഭാഗത്തുള്ള കുറേ അധികം മിസ്റ്റേക്കുകളുണ്ട്. ഞാൻ പിന്നെ ഈ പറഞ്ഞത് അവരുടെ ഭാഗത്തുള്ള തെറ്റ് നിലനിൽക്കുമ്പോഴും ഞാൻ പറയുന്നു അവർ മാത്രമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ തെറ്റുകാരി എന്നുള്ളത് മാത്രമാണ്. പിന്നെ കിച്ചു എന്ന് പറഞ്ഞ പയ്യൻ, അവൻ്റെ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ നമ്മൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനോട്, അല്ലെങ്കിൽ അതിനെ എടുത്തു വെച്ചിട്ട് പിന്നെ മരണപ്പെട്ടു പോയ സുധി നല്ലവനാണെന്നുള്ള ഒരു വലിയ സംഭവമാണ് ഈ സമൂഹത്തിന് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മുമ്പേ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. സുധി ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുപോലും കൂടാതെ ഞാൻ വീഡിയോയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, കണ്ടവർക്കറിയാം. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന പോയില്ലേടേ, നമ്മൾ ഭൂമി വിട്ട് പോയൊരു വ്യക്തിയല്ലേ. ഇന്നത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് മറ്റുള്ള ചെടികൾക്കും ഒക്കെ വളമായിട്ട് മാറി സുധി ഇന്ന് അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും ഒക്കെ മാറും. അപ്പോൾ പിന്നെ മരണത്തിന് ശേഷം എടുത്ത് കുത്തി മാന്തി പൊളിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒരു റീപോസ്റ്റ്മോർട്ടം നടത്തുന്നത് അത്ര ശരിയാണോ? ഇതൊക്കെ നിങ്ങളും കൂടെ ചിന്തിക്കുക. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദേഷ്യമാണെങ്കിൽ ദേഷ്യമായിട്ട് എന്നെ രേഖപ്പെടുത്തുക. ഞാൻ വലിയ മോശക്കാരനാണെങ്കിൽ അത് രേഖപ്പെടുത്തുക. അതല്ല, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞത് ആ സെൻസിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞവർ ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത്.